ഹലോ ഹായ് നമസ്തേ നമസ്കാരം. ഇപ്രാവശ്യത്തെ ഓണസദ്യക്ക് തയ്യാറാക്കുവാൻ അമ്മ ഇന്ന് നമുക്ക് കാണിച്ചു തരുന്നത് ഒരു ചെറുപയർ പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പിയാണ്. ഇത് പലരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രഥമനാണല്ലേ. ചെറുപയറും ഉണക്കലരിയും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന സദ്യ സ്റ്റൈലിലുള്ള ഒരു പ്രഥമൻ. ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ ലൈക്കും കമൻറ്റും ഷെയറും കൂടെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. പെട്ടെന്ന് തന്നെ അമ്മയുടെ പരിപ്പ് പ്രഥമനിലേക്ക് കടക്കാം. ആദ്യം തന്നെ തേങ്ങാപ്പാൽ തയ്യാറാക്കാനായിട്ട് ഞാൻ 3 തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. ഇതിനി ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് മിക്സിയുടെ ഒരു ജാറിൽ ഒന്ന് കറക്കിയെടുക്കണം. അതിനുശേഷം അരിപ്പയിലൂടെ അരിച്ചെടുത്ത് ഒരു തുണിയിൽ കൂടി വീണ്ടും ഒന്ന് അരിച്ചെടുക്കണം. ഇതിപ്പോൾ 2 ഗ്ലാസ് മൂന്നാം പാലാണ്, കട്ടി കുറഞ്ഞ പാല്. 2 ഗ്ലാസ് രണ്ടാം പാല്, കുറച്ചും കൂടി കട്ടിയുള്ള പാല്. കൂടാതെ 1.5 ഗ്ലാസ് ഒന്നാം പാല്, നല്ല തിക്കായിട്ടുള്ള പാല്. ഞാനിപ്പോൾ ഇവിടെ ചെറുപയറും ഉണക്കലരിയും കൂടി ചേർത്തിട്ടാണ് പ്രഥമൻ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ചെറുപയറും അരിയും നമുക്കൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം. ഒരു 300 ഗ്രാം ചെറുപയർ പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. അധികം കളറൊന്നും മാറിപ്പോകണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് വറുത്ത് മണമൊക്കെ വന്നാൽ മതിയാകും. അതിൻ്റെ ആ വലിയ പശപ്പൊക്കെ ഒന്ന് പോയി കിട്ടണം, അത്രയേ വേണ്ടൂ. ലോ ഫ്ലെയിമിൽ വെക്കണം, തുടരെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത്രയും മതി. കളറൊക്കെ മാറി തുടങ്ങുന്നതേ ഉള്ളൂ. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ബാക്കി പകുതി കൂടി ചേർത്ത് ഒന്നും കൂടി വറുത്തെടുക്കാം. ഇതിന് ആദ്യത്തെ പകുതിയുടെ അത്രയും വറക്കണ്ട കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ പായസത്തിന് കറക്റ്റായിട്ടൊരു കൊഴുപ്പൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് 2 പാകത്തിൽ വറുത്തെടുക്കുന്നത്. ഇത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആ കളർ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. രണ്ടാമത് വറുത്ത മൂപ്പ് കുറച്ച് കുറവാണ്, കണ്ടില്ല. ഇതിപ്പം ഉണക്കലരിയാണ്, അതായത് മട്ട പച്ചരി. അത് 200 ഗ്രാം ഉണ്ട്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്താൽ മതിയാകും. ആ പശപ്പൊന്ന് പോയി കിട്ടണം, അത്രേ വേണ്ടൂ. ഇത്രയും മതി. ഫ്ലെയിം ഓഫാക്കാം. ഇനി ഈ അരിയും പരിപ്പും വെവ്വേറെ നല്ല വൃത്തിയായി കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. ഒരു പാനിലേക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നല്ല കറുത്ത ഉണ്ട ശർക്കരയാണ്, 600 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ശർക്കര ഉരുകി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി അത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഈ ഉരുളിയിലേക്ക് നന്നായി കഴുകി വെള്ളം മാറ്റി വെച്ചിരിക്കുന്ന ആ അരി ചേർത്ത് കൊടുക്കാം. അരി വേവാനായിട്ട് ഒരു 4 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുകയാണ്. അരി പകുതി വേവായിട്ട് വേണം ചെറുപയർ നമുക്ക് ചേർത്ത് കൊടുക്കാൻ. അരി ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇനി അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് കൂടി നമുക്ക് ചേർക്കാം. ഇത് വേവാനായിട്ട് കൂടുതൽ വെള്ളം വേണമെന്ന് തോന്നിയാൽ തിളപ്പിച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ. പരിപ്പിൻ്റെ വേവൊന്ന് നോക്കാം. നന്നായിട്ട് ഇനിയും വേവാനുണ്ട്. 1 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒരല്പം കൂടി വേവാനുണ്ട്. വെള്ളമൊക്കെ ഇത് മതിയാകും. അടിക്ക് പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പം പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ആ ശർക്കര കൂടി നമുക്ക് ചേർക്കാം. അതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. ഉപ്പില്ലാത്ത ശർക്കരയാണെങ്കിൽ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ശർക്കരയും പരിപ്പും അരിയും കൂടി കിടന്ന് ഒന്ന് നന്നായിട്ട് യോജിച്ച് വരണ്ട് വരണം. ഒരു 10 മിനിറ്റ് ഇതുപോലെ കിടന്നൊന്ന് തിളച്ച് വറ്റി വരട്ടെ. നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ഗ്ലാസ് മൂന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റി വരണം. ഒരു 10 മിനിറ്റ് ഒന്നും കൂടി തിളക്കട്ടെ. കുറച്ച് തിളച്ച് ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്
രണ്ടാം പാലും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ ബാക്കി ഒരു ഗ്ലാസ് രണ്ടാം പാലും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും ഒന്ന് തിളച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ ഒരു 1/4 ഗ്ലാസ് തേങ്ങാപ്പാലിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർത്ത് ഒട്ടും കട്ടയില്ലാതെ കലക്കി പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ നെയ്യും കൂടി അങ്ങ് ചേർക്കാം. പായസം രണ്ടാം പാലും കൂടി ചേർത്ത ശേഷം ഒരു 10 മിനിറ്റ് ഒന്നും കൂടി വറ്റിയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ എടുത്തു വെച്ച കട്ടിയായിട്ടുള്ള ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് ചൂടായി തിളച്ച് തുടങ്ങുന്ന ആ സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഒരു പാനിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 1 കപ്പ് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി വറുത്തെടുക്കാം. നല്ല ചുവക്ക വറുത്ത് കോരണം. അതേ നെയ്യിലേക്ക് 10-15 കാഷ്യൂനട്ട് ഒന്ന് സ്പ്ലിറ്റ് ആക്കിയ ശേഷം അതും ചെറിയ തീയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് പായസത്തിലേക്ക് ആ നെയ്യോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പും അരിയും ചേർത്തിട്ടുള്ള പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഈ വരുന്ന ഓണത്തിന് തന്നെ ഈ ഒരു രീതിയിൽ ഈ ഒരു പ്രഥമൻ തയ്യാറാക്കി ഇലയിൽ നിങ്ങൾ വിളമ്പണം. ഈ ഒരു പ്രഥമൻ ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതണം. ഓണത്തിന് ഇത് ഇലയിൽ വിളമ്പി കഴിച്ച ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. കറി വിത്ത് അമ്മയിലെ അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും റെസിപ്പി അമ്മ വഴി കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ തീർച്ചയായും ഫീഡ്ബാക്സ് വഴി അറിയിക്കണം. ഞങ്ങളുടെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ നന്ദി. ഗുഡ് ബൈ.